ഇതിനകത്തൊരു മെഡിക്കൽ സെയിൽസ് റെപ്പാണ് കെ പി വിനോദ്. KP Vinod from RX Life Healthcare. കെ പി വിനോദിൻ്റെ ലൈഫ് ജേണിയാണ് സത്യത്തിൽ കഥ. കെ പി വിനോദ് കാണുന്ന ഓരോ കഥാപാത്രങ്ങൾ, കെ പി വിനോദ് കാണുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ കെ പി വിനോദിൻ്റെ ലൈഫിലൂടെയുള്ളൊരു ജേണിയാണ്. സത്യത്തിൽ ഇതിൻ്റെ പേരിടേണ്ടത് തന്നെ കെ പി വിനോദ് എന്നാണ് തോന്നുന്ന രീതിയിലാണ് ഇതിന് ആക്ച്വലി ഇതിൻ്റെ സ്ട്രക്ചർ. നിവിൻ ചേട്ടൻ തന്നെയായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ. ഇത് തുടങ്ങിയ ഓപ്ഷനിൽ പലരും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നിവിനിലേക്ക് എത്തിയതിന് ശേഷം മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം നിവിനിലേക്ക് ഞങ്ങൾ എത്താനൊരു പ്രധാന കാരണം പല ഏജ് ബാൻഡ് പ്ലേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിവിൻ്റെ ഒരു കുസൃതി നിറഞ്ഞ ചിരിയും ആ കളിച്ചിരിയും ഞങ്ങൾക്ക് വേണമായിരുന്നു ആ ഏജിൻ്റെ. എന്നാൽ ഒരു മെച്യൂർഡായ ഒരു നിവിൻ്റെ ഒരു ലുക്കും വേണമായിരുന്നു. ഇത് രണ്ടും ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാർ. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയുമ്പോഴേ അതൊരു വെബ് സീരീസ് ആയിട്ട് വരുമ്പോൾ ആളുകൾ കാണും, ഒരു പേടി ഉണ്ടാവില്ല ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത്? പേടി ഉണ്ടായിരുന്നെങ്കിൽ വിഷയം തന്നെ നമ്മൾ എടുക്കില്ലല്ലോ. തീർച്ചയായിട്ടും. ഒന്ന്. രണ്ട്, നമ്മൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. എന്തിനാ പേടിക്കണേ? ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് ആ മരുന്ന്, അതിനുശേഷം അടുത്ത കോളത്തിനകത്ത് മരുന്നിൻ്റെ മോളിക്യൂൾ എന്താണ്, അതിനുശേഷം ബ്രാൻഡ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് എഴുതി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ സെപ്പറേറ്റ് കളർ എൻവലപ്പിലെ കൊടുക്കാവുന്ന സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. ജനറിക് മെഡിസിൻസ്, അതായത് ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിൻ്റെ വില കുറഞ്ഞ ബ്രാൻഡ് ഇവിടുത്തെ ജനറിക് മെഡിക്കൽ ഷോപ്പുകളിൽ ഇപ്പം ലഭ്യമാണ്. നീതി മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. ജൻ ഔഷധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ജനറിക് മെഡിസിനുകൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൻപുറത്ത് ചെറിയ ടൗണുകളിൽ വരെ ബോർഡുകൾ വന്നു തുടങ്ങി. ജനറിക് മെഡിസിൻസ് എന്നുള്ളത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഞങ്ങൾ ചെയ്യുന്ന ഫാർമ എന്ന് ചെയ്തതൊന്നൊന്നുമല്ല. ഈ മേഖലയിൽ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടുത്തെ രോഗികൾക്ക് വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാരുണ്ട് ഈ മേഖലയിൽ. അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, ഇങ്ങനെ ഒരു ലൈംലൈറ്റ് ഒരിക്കലും കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് അവരുടെ സാക്രിഫൈസും ധൈര്യത്തിനും മുമ്പിൽ ഇതൊന്നുമല്ല. അവർ എത്രയോ പണിയെടുത്തിട്ട് ദേ ആർ ആക്ച്വലി ബ്രിങ്ങിങ് ചേഞ്ച് ടു ദിസ് കൺട്രി. ദ മെഡിക്കൽ ഫീൽഡ്, ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോസ് ഓഫ് ദി വേൾഡ്, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഇതൊരു വലിയ യൂണിവേഴ്സിൻ്റെ ഓപ്പണിംഗ് ആണ്. തുടക്കം മുതൽ തന്നെ ആ ഹോൾ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാമെന്ന് കരുതി തന്നെയാണ്, അതിൻ്റെതായ സ്വീറ്റ് ടൈം എടുത്തിട്ട് തന്നെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഇപ്പോഴാണ് ആളുകൾക്ക് വെബ് സീരീസ് കൂടുതലായിട്ട് ഒരു വെബ് സീരീസ് ചെയ്യണം എന്നൊരു ആഗ്രഹമായിട്ടൊക്കെ മുന്നോട്ട് വരിക. അപ്പം ഈ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യാൻ പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? എനിക്ക് ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും, ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക്കലി ഞാൻ ഇൻഡസ്ട്രിയിലെ ആളുകളെ തന്നെ പറയും, അവർ ഈ ലോകത്തുള്ള എല്ലാ വെബ് സീരീസുകൾ കാണുന്നവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 10 വെബ് സീരീസ് മനസ്സിൽ എടുക്കുക, 2 എണ്ണം എടുക്കുക. അതിൻ്റെ കഥ എങ്ങനെയൊക്കെ പോയി നല്ല മനസ്സിൽ വരുന്നത്, അതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെ പോയി എന്നുള്ളതാണ്. എക്സ്ട്രീംലി ചാലഞ്ചിങ് ആയ ഒരു കഥ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചെന്നാലും, നാളെ ഇനി ഒരു മൈക്രോ ആയിട്ട് ചെന്നാലും, വീഡിയോ ആയിട്ട് ചെന്നാലും, ഏത് ഫോർമാറ്റായിട്ട് ചെന്നാലും ഈ ആക്ടേഴ്സിനൊക്കെ അത് ആക്ട് ചെയ്യാനുള്ള കൊതിയുള്ളവരാണ്. വെബ് സീരീസ് ആണ്, അയ്യോ എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു പക്ഷേ വെബ് സീരീസ് ആണല്ലോ എന്ന് ഒരാളും ചിന്തിച്ചിട്ടില്ല. ഇപ്പം നിവിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ലോങ് ഫോർമാറ്റ് വെബ് സീരീസ് എന്ന് പറയുമ്പോഴും നിവിന് ഈ ലോകത്തുള്ള എല്ലാ വെബ് സീരീസുകളെ കുറിച്ചും അറിയാം. ഇതെന്തുമാത്രം ഈ സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഗോയിങ് ടു സ്റ്റേ ഹിയർ എന്നുള്ളത് നിവിന് നന്നായിട്ട് അറിയാം. ഇതൊരു യൂണിവേഴ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സത്യമായിട്ടും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞ് ഈ ചോദ്യം ചോദിക്കുമ്പോഴേ ഞാനത് ആലോചിച്ചു. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. മരുന്നുകളുടെ ലോകത്ത് ആരും പറയാത്ത കഥയുമായി എത്തുകയാണ് ഫാർമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ കേൾക്കാത്ത മരുന്നിൻ്റെ കഥ, അത് ഞങ്ങൾക്ക് പുതിയതായിരിക്കും. എന്താണ് ഫാർമ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? നമ്മൾ ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, മരുന്ന് കഴിക്കുന്നു, നമ്മൾ ആ ഒരു ഹോൾ സിസ്റ്റത്തെ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് ഏറ്റവും ലോകത്ത് വാല്യുബിൾ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യമാണ്, അല്ലേ? ആ ട്രസ്റ്റിനെ ചൂഷണം ചെയ്യുക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്രൈമാണ്. ആ ക്രൈം ലാഭക്കൊതിയിൽ നിന്നുണ്ടാവുന്നതാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പുറകെ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, അതിലെ ചിലർ, അതിനെ പിന്തുണയ്ക്കുന്ന ചിലർ, അവരുടെ പശ്ചാത്തലത്തിലൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ലൈഫ് പറയുകയാണ് ഫാർമ. ഇപ്പോൾ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പുറകിൽ മെഡിസിൻസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ നിന്ന് സ്മെൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ആരോഗ്യപരമായിട്ട് നേരത്തെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. കുറച്ച് മണിക്കൂറേ ഞാനിവിടെ ഇരുന്നുള്ളൂ. പക്ഷേ നിങ്ങളെങ്ങനെ ഇതിൽ ഇന്നാവണേ? അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പം മരുന്നിനെക്കുറിച്ചും അല്ലെങ്കിൽ റിയൽ സംഭവത്തെ ആസ്പദമാക്കിയിട്ടൊരു കഥ എഴുതുന്നു. ഈ കഥ വായിക്കുന്ന സമയത്ത് നിങ്ങളെങ്ങനെ ഇതിൽ ഇന്നാവുന്നത്? ഇത്
ഒരു സെയിൽസ് റെപ്പിൻ്റെ കഥയാണെന്ന് അരുൺ പറഞ്ഞു. അപ്പോൾ ഇറ്റ്സ് ഇൻസ്പയർഡ് ബൈ ട്രൂ ലൈഫ് ഇവൻറ്റ്സ്. അപ്പോൾ അരുണിൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത ചില കാര്യങ്ങൾ, അരുൺ കണ്ട ചില ആൾക്കാർ അങ്ങനെ എഴുതിയ, അങ്ങനെ പറയുന്ന ഒരു കഥയാണ് ഫാർമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ ഒരുപാട് അരുണിൻ്റെ പാർട്ട് ഓഫ് സോൾ തന്നെ ഈ ഫാർമയിൽ ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ജേർണി വളരെ പേഴ്സണലി കണ്ട ഒരാളായിരിക്കാം അരുൺ എന്ന് തോന്നി സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും. സോ കഥയിലൊരു ഓണസ്റ്റി ഉണ്ട്. ആ ഓണസ്റ്റി റിയലി എക്സൈറ്റഡ് മീ ഇൻ ദ പ്രോജക്റ്റ്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഡോക്ടർ ജാനകി എന്നാണ് ഇതിൽ. അപ്പം എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സ് ലൈക്ക് ഇവിടെ കാണുന്ന എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആക്കുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. വെറുതെ വന്നു പോകുന്ന ഒരു ക്യാരക്ടർ പോലും ഇല്ല ഈ കഥയിൽ. സോ അങ്ങനത്തെ ഓൾ ദോസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വെറുതെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഇല്ല എന്ന് കാണുമ്പോൾ തന്നെ യു നോ എത്രമാത്രം ഇൻവോൾവ് ആയിട്ടാണ് ഒരു റൈറ്റർ ആ കഥ എഴുതിയിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് കഥ പറയാൻ വന്ന സമയത്ത് അല്ലെങ്കിൽ കഥ കേൾക്കുന്ന സമയത്ത്? ഒബ്വിയസ്ലി അരുണിൻ്റെ നരേഷൻ സ്റ്റൈൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അഗൈൻ അരുണിൻ്റെ ലൈഫിൽ അരുൺ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഈ കഥ. അപ്പം അങ്ങനെ അതിനൊരു റിയൽ സംഭവങ്ങളുള്ളത് കൊണ്ട് കുറച്ചുകൂടി സ്ക്രിപ്റ്റിൽ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അതായത് ക്യാരക്ടർ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈം ലൈൻസിലാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് തോന്നി. അപ്പോൾ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി. ഇതിപ്പോൾ നിവിൻ ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ബാർഗെയിൻ ചെയ്യും. പക്ഷെ മരുന്നിൻ്റെ വില പറയുമ്പോൾ നമ്മൾ അവിടെ ബാർഗെയിൻ ചെയ്യുന്നില്ല, കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ തന്നെ നമ്മൾ അതിൽ ഇന്നായി. അപ്പം ഇതുപോലെ സ്ക്രിപ്റ്റിലും പല പല കാര്യങ്ങൾ അത് എഴുതിയിട്ടുണ്ടാകും. അത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് പുതിയതായിരിക്കും. ഇത്രയും നമ്മളെന്തൊരു സാധാരണക്കാരെന്ന നിലയിൽ നമ്മൾ ഇത്രയധികം ഈ രീതിയിൽ ചിന്തിക്കില്ല. സോ അങ്ങനെ ചിന്തിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയേണ്ട ഒരു കഥയാണെന്ന് തോന്നി നമുക്ക് എല്ലാവർക്കും. ഐ തിങ്ക് ഐ ക്യാൻ സ്പീക്ക് ഓൺ ബിഹാഫ് ഓഫ് ദ ടീം സേ ദാറ്റ് നമുക്ക് അറിയാവുന്ന കുറേ കഥകളായിരിക്കാം ഇത്. ഡെയിലി നമ്മൾ കാണുന്ന കുറച്ച് ഇൻസിഡൻസ് ആയിരിക്കാം. പക്ഷേ ഇത് ഒരു കഥയുടെ ഒരു ഫോമാറ്റിൽ പറയുമ്പോൾ, ഒരു വെബ് സീരീസിൻ്റെ ഫോമാറ്റിൽ പറയുമ്പോൾ കുറച്ചുകൂടെ അവയർനെസ് കൊണ്ടുവരുന്ന ഒരു കഥയായിട്ട് തോന്നി എനിക്ക്. സോ ഓൾ ദീസ് വർ ഫാക്ടേഴ്സ് which was very crucial in developing Pharma, of course. പക്ഷേ നമ്മളെ ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയായിരുന്നു. ഇപ്പം എഴുതുന്ന സമയത്ത് ഒരു വെബ് സീരീസിനായിട്ട് തന്നെയാണോ കഥ എഴുതി തുടങ്ങിയത്? ചിലപ്പോൾ നമുക്ക് ഇത് ഞാനിപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതിനുശേഷം ഇതിനൊരു ഒരു കഥയാക്കി മാറ്റാമെന്ന് പിന്നീട് തീരുമാനിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഹോട്ട്സ്റ്റാറും ഇതിനൊരു ലോങ് ഫോർമാറ്റിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും ഒരു റിസർച്ചിലേക്ക് ഇറങ്ങി തിരിച്ചു തൃശ്ശൂർ നഗരത്തിലേക്ക് പോയി അവിടുത്തെ കുറേ ഹോസ്പിറ്റലുകളിലേക്കും സെയിൽസ് ടീമുകളിലേക്കൊക്കെ പോയി അവരോടൊപ്പം ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്തു. ഇതൊരു വലിയ യൂണിവേഴ്സിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിങ്ങിൽ എപ്പോഴും മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അവരുടെയൊക്കെ ഒരു ആർക്ക് ഉണ്ടാവും, ഒരുപാട് ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യും. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇതിനുണ്ട്. അപ്പോൾ ഇത് തുടക്കം മുതൽ തന്നെ ആ ഹോൾ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാമെന്ന് കരുതി തന്നെയാണ്, അതിൻ്റേതായ സ്വീറ്റ് ടൈം എടുത്തിട്ട് തന്നെയാണ് ഈ കഥ തുടങ്ങുന്നത്. എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണം എന്ന ധൃതിയേ ഉണ്ടായിട്ടില്ല. എഴുതുമ്പോഴത് മേക്ക് ചെയ്തപ്പോഴും ഇത് എഡിറ്റ് ചെയ്തപ്പോഴും, മറിച്ച് വളരെ സമയമെടുത്ത് ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ജേണി കാണിക്കാമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഫാർമ ഒരു മെഡിക്കൽ ത്രില്ലറല്ല. ഫാർമയുടെ പശ്ചാത്തലത്തിൽ കുറേ പേരുടെ ലൈഫ് കാണിക്കുന്ന ഒരു സോഷ്യൽ ഡ്രാമയാണ്. ഇപ്പം വെബ് സീരീസിൻ്റെ കഥ എഴുതുന്ന സമയത്ത് ക്യാരക്ടറായിട്ട് ഈ മുഖങ്ങൾ തന്നെയായിരുന്നു മനസ്സിൽ എഴുതുന്ന സമയത്ത്? അല്ല. അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാളെ കണ്ടിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നല്ല ഇതിൻ്റെ അകത്ത് ഈ ക്യാരക്ടേഴ്സ്. പക്ഷേ ഇവരുടെ കീ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വെരി ലവബിൾ, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരാളായിരിക്കണം ഡോക്ടർ ജാനകി എന്ന് വ്യക്തമായി എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ശ്രുതിയിലേക്ക് വരുമ്പോഴും ശ്രുതിയുടെ ഒരു പ്രത്യേകത അതാണ്. ശ്രുതി എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൽ പോയാൽ സെറ്റിൽ എല്ലാവർക്കും ശ്രുതി ഭയങ്കര ദ മോസ്റ്റ് ലൈക്കബിൾ വൺ ഇൻ ദ സെറ്റ്, എവ്രി വൺ എവ്രിവെയർ. അപ്പോൾ ആ കീ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഒരു മാച്ച് അവിടെയുണ്ട്. വീണയുടെ ക്യാരക്ടർ നന്ദ കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇവിടെ നേരെ അതിൻ്റെ വീണയെ നമുക്ക് എപ്പോഴും കണ്ടു പരിചയമുള്ള ഒരു രൂപമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഇനീഷ്യൽ ഡിസ്കഷൻ്റെ സമയത്ത് കെട്ടിയോളാണ് എൻ്റെ മാലാഖിയാണെങ്കിലും ഒരു പാവം വീട്ടുകുട്ടി എന്നുള്ള അല്ലെങ്കിൽ വീട്ടിലുള്ളൊരു ഹോംലി ഗേൾ എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ
വീണ ആക്ച്വലി മുംബൈയിൽ ജീവിച്ച് അവിടെ പഠിച്ച് വേറൊരു അബ്സല്യൂട്ട്ലി ഏർബൻ ആയിട്ടുള്ളൊരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ വീണ ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് പോളിൽ കാണിച്ചാൽ രസമായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീണയായിട്ട് ഈ ക്യാരക്ടർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് പറഞ്ഞു, വീണ ആരും ഇങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിഫൈൻഡ് ആയിരുന്നു. അതിലേക്ക് മാച്ചിങ് ആയിട്ട് ഓരോരുത്തരെ സ്ട്രാറ്റജിക്കലി പൊസിഷൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് സംഭവിക്കുന്നത്. ഇപ്പം അത് ഭയങ്കര അത്ഭുതമായിരുന്നു, ഈ റിയാക്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിനോട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അല്ല, ഈ ഇന്റർവ്യൂ തുടങ്ങണേക്കാൾ മുന്നേ യു സോ വാട്ട് വാസ് ദെയർ. സോ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ ബിഫോർ ഫാർമ എനിക്ക് അറിയായിരുന്നു. നമ്മൾ വേറൊരു പ്രോജക്റ്റിന്റെ ഡിസ്കഷനിലൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോജക്റ്റിന്റെ സമയത്ത് അരുൺ ഫാർമ പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്, പക്ഷെ അന്ന് ഫാർമയുടെ ഒരു 1 ലൈനോ എന്തോ ഉണ്ടായിരുന്നു അല്ലേ, ഇറ്റ് വാസ് എ ഫുള്ളി ഐ ഡോണ്ട് നോ ഫുള്ളി ഡെവലപ്ഡ് സ്ക്രിപ്റ്റ്. അപ്പോൾ ഹി ഹാഡ് മെൻഷൻഡ് ഫാർമ അറ്റ് ദാറ്റ് പോയിന്റ്. സോ ഇറ്റ്സ് ഐ തിങ്ക് ഒരു 5-6 കൊല്ലമായി ഞാൻ അരുണിനെ മീറ്റ് ചെയ്തിട്ട്. സോ അരുണിൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഹീസ് വെരി പാഷനറ്റ് അബൌട്ട് എവറിത്തിങ് ഹി ഡസ്. ഇറ്റ്സ് വെരി ഈസി ടു ബി ഫ്രണ്ട്സ് വിത്ത് അരുൺ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഹാസ് കം ഓൺ ടു ദ സെറ്റ്. അപ്പോൾ വർക്കിംഗ് എൻവയൺമെൻറ്റിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്മൾ ആസ് ആക്ടേഴ്സ് കുറച്ച് റിലാക്സ്ഡ് ആവും. ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തിയേറ്ററാണ്. അപ്പോൾ ഹീസ് വർക്ക് വെരി ക്ലോസ്ലി വിത്ത് ആക്ടേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് വാട്ട് എവർ ഇൻ്റർവ്യൂവിൻ്റെ മുന്നേ കണ്ട് ഇത് തന്നെയാണ് സെറ്റിലും ഉണ്ടായിരുന്നത്. പലപ്പോഴും എത്ര തമാശ ആണെങ്കിലും നമ്മൾ വർക്കിനെടുത്ത് കുറച്ച് സീരിയസ് ആവണല്ലോ. സീരിയസ് ആവേണ്ട സ്ഥലത്ത് സീരിയസ് തന്നെയാണ് അരുൺ, അതിൽ നോ ഡൗട്ട്. ലൈക്ക് ഹീസ് എ വെരി വെരി പ്രൊഫഷണൽ പേഴ്സൺ. പക്ഷേ മൊത്തം സിറ്റുവേഷൻ ഒന്ന് കൂൾ ലൈറ്റ് ആക്കുന്ന ഒരാൾ തന്നെയാണ്. ഭയങ്കര ടെൻഷനിലായിരിക്കും അരുൺ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ വെൻ വി ഗോ ഓൺ ടു സെറ്റ് ആ ടെൻഷൻ നമ്മൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഡ്യൂറിങ് ഷൂട്ട് ഒരിക്കലും അറിഞ്ഞിട്ടില്ല ആ സ്ട്രെസ്. ഇപ്പം സിനിമ പോലെ ഇപ്പോൾ ഒരു വെബ് സീരീസിലേക്ക് വരുമ്പോൾ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇപ്പോഴാണ് ആളുകൾക്ക് വെബ് സീരീസ് കൂടുതലായിട്ട് ഒരു വെബ് സീരീസ് ചെയ്യണം എന്നൊരു ആഗ്രഹമായിട്ടൊക്കെ മുന്നോട്ട് വരിക. അപ്പം ഈ ആർട്ടിസ്റ്റിനെ കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? എനിക്ക് ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും, ഇൻഡസ്ട്രിയിൽ സ്പെസിഫിക്കലി ഞാൻ ഇൻഡസ്ട്രിയിലെ ആളുകളെ തന്നെ പറയും, അവർ ഈ ലോകത്തുള്ള എല്ലാ വെബ് സീരീസുകളും കാണുന്നവരും അപ്രിഷ്യേറ്റ് ചെയ്യുന്നവരുമാണ്. ഭയങ്കരമായിട്ട് ആക്ടേഴ്സ് മീഡിയമാണ് വെബ് സീരീസ്. ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വെബ് സീരീസുകൾ ചോദിച്ചാൽ മനസ്സിലേക്ക് ആദ്യം വെബ് സീരീസിൻ്റെ കഥയല്ല വരിക, അതിലെ കഥാപാത്രങ്ങളാണ് വരിക. ആ കഥാപാത്രങ്ങളുടെ ജേണിയാണ് വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏറ്റവും ഇഷ്ടപ്പെട്ട 10 വെബ് സീരീസ് മനസ്സിൽ വെറുതെ എടുക്കുക, 2 എടുക്കുക. അതിൻ്റെ കഥ എങ്ങനെയൊക്കെ പോയി നല്ല മനസ്സിൽ വരുന്നത്, അതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെ പോയി എന്നുള്ളതാണ്. ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യാൻ അത്രയും സ്പേസ് കൊടുക്കുന്ന ഒന്നാണ് ലോങ് ഫോർമാറ്റ് സ്റ്റോറി ടെല്ലിംഗ്. കാരണം ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കുറച്ചുകൂടെ കമ്പയർഡ് ടു സിനിമ. ഒരു കൾമിനേഷനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതല്ല ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ എല്ലാ ആക്ടേഴ്സിനും ഇവർക്കെല്ലാം ഒരുപാട് ഫേവറേറ്റ് വെബ് സീരീസുകളുണ്ട്, ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഓൾ ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ക്യാരക്ടർ, ഗുഡ് സ്റ്റോറി, ഗുഡ് പ്രോജക്റ്റ്. അത് ഏത് ഫോർമാറ്റ് എന്നുള്ളതല്ല ശരിക്കും. ഐ എം ക്വൈറ്റ് ഷുവർ എക്സ്ട്രീംലി ചാലഞ്ചിങ് ആയ ഒരു കഥ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ചെന്നാലും, നാളെ ഇനി ഒരു മൈക്രോ ആയിട്ട് ചെന്നാലും, ഒരു വീഡിയോ ആയിട്ട് ചെന്നാലും, ഏത് ഫോർമാറ്റായിട്ട് ചെന്നാലും ഈ ആക്ടേഴ്സിനൊക്കെ അത് ആക്ട് ചെയ്യാനുള്ള കൊതിയുള്ളവരാണ്. അപ്പോൾ സിൻസ് ദ മൊമെൻറ്റ് ഐ കുഡ് കൺവിൻസ് ദം ദ സ്റ്റോറി, ഫോർമാറ്റ് വാസിൻ്റെ ചാലഞ്ച് അറ്റോ. വെബ് സീരീസ് ആണ്, അയ്യോ എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു പക്ഷേ വെബ് സീരീസ് ആണല്ലോ എന്ന് ഒരാളും ചിന്തിച്ചിട്ടില്ല. അപ്പം നിവിൻ്റെ അടുത്ത് ഈ കഥ പറയുകയും ലോങ് ഫോർമാറ്റ് വെബ് സീരീസ് എന്ന് പറയുമ്പോഴും നിവിന് ഈ ലോകത്തുള്ള എല്ലാ വെബ് സീരീസുകളെ കുറിച്ചും അറിയാം. ഇതെന്തുമാത്രം ഈ സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഗോയിങ് ടു സ്റ്റേ ഹിയർ എന്നുള്ളത് നിവിനെ നന്നായിട്ട് അറിയാം. ഇതൊരു യൂണിവേഴ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുള്ളത് അറിയാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് സത്യമായിട്ടും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞ് ചോദ്യം ചോദിക്കുമ്പോഴേ ഞാനത് ആലോചിച്ചിരുന്നു. കാരണം ഫോർമാറ്റ് ആണല്ലോ എന്നുള്ളതായിരുന്നില്ല ഞങ്ങളുടെ ഒന്നും ചർച്ച. ക്യാരക്ടർ എങ്ങനെയാണ്, സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെ പോകുന്നു, ഇതെങ്ങനെയാണ് ആസ് എ പ്രോജക്റ്റ്, ആരൊക്കെ ടെക്നീഷ്യൻസ്, നൺ ഓഫ് us ആക്ച്വലി തോട്ട് ഓക്കെ ഇത് മീഡിയം ഇങ്ങനെ ആയതുകൊണ്ട് എന്ത് വേണമെന്ന് ചിന്തിച്ചിട്ടില്ല. വി ഓൾ തോട്ട് ഓക്കെ ലെറ്റ്സ് മേക്ക് എ ഗുഡ് ആർട്ട് ടുഗെദർ എന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന സൈഡിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൽ അഭിനയിച്ച പലരുടെ ആദ്യ വെബ് സീരീസ് ആണ്. സോ അതെങ്ങനെ നിങ്ങൾ ആ ഒരു മാറ്റം എങ്ങനെ കാണുന്നുണ്ടോ, അതോ നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു സ്പേസ് കിട്ടുക എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഞാൻ ഇതിന് മുന്നേ തെലുങ്കിൽ ഒരു വെബ് സീരീസ് എഴുതിയിരുന്നു, ആക്ടിങ് അല്ല. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഓഫ് കോഴ്സ് ഫിലിം റൈറ്റിംഗ് മാതിരി അല്ല വെബ് സീരീസ് റൈറ്റിംഗ്. കാരണം അരുൺ പറഞ്ഞ മാതിരി ലോങ് ഫോർമാറ്റ് ആണ്, ഓരോ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ടൈമും ഉണ്ട്, സ്പേസും ഉണ്ട്. ആ കഥ
വലിച്ചു പറയാമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് ആ കഥ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സാധ്യതയുണ്ട്. ദെൻ another thing that I thought was each episode has a hook point. So like it's, even though it's long format, I feel like our short bursts of writing ആണ്. അപ്പോൾ that episode like needs to be fun. And I mean the Telugu web series we wrote was ഒരു റൊമാൻറ്റിക് കോമഡി ആയിരുന്നു. അപ്പോൾ അത് ഏറ്റവും അധികം റൊമാൻസ്, ഏറ്റവും അധികം കോമഡി ആ ഒരു 25 മിനിറ്റിൽ പാക്ക് ചെയ്യണം. യെറ്റ് ഇറ്റ് ഇസ് ലോങ് ഫോമാറ്റ്. അപ്പോൾ ആ ഒരു വർക്കിംഗ് പ്രോസസ്സ് അടിപൊളിയായിട്ട് തോന്നി എനിക്ക്. ബട്ട് ആസ് എൻ ആക്ടർ ഒരു ഡിഫറൻസും തോന്നിയില്ല. ആൻഡ് ഇപ്പോൾ ചോദിച്ച മാതിരി കഥ വാസ് പ്രൈം ഇമ്പോർട്ടൻസ്. അപ്പോൾ കഥ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായി. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള സ്പേസും ടൈമുമാണ്. അപ്പോൾ ദിസ് വാസ് നെവർ എ തിങ്. അപ്പോൾ അഭിനയിക്കാൻ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല, ബട്ട് ഓഫ് കോഴ്സ് ടെക്നിക്കൽ സൈഡിൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ഫോർമാറ്റ് എന്നുള്ളത് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിരുന്നു? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു വെബ് സീരീസ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂണിവേഴ്സിലോട്ട് കയറുകയാണല്ലോ. അപ്പോൾ മേ ബി ഇനി ഇതിൻ്റെ സീസൺ ഉണ്ടാവാം. സോ യു ആർ ഇൻ ടു ഇറ്റ്. സോ ഇറ്റ്സ് എ ലാർജർ സ്പേസ് ഫോർ യു. ലൈക്ക് ഇറ്റ് ഡസൻ എൻഡ് ഹിയർ എന്നുള്ളത്. റൈറ്റിംഗിൽ വരുമ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോറി ആർക്കിൻ്റെ കൂടെ തന്നെ ക്യാരക്ടർ ആർക്സ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. ഓരോ ക്യാരക്ടർ ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നുള്ള ക്യാരക്ടർ ആർക്കുകൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിരിക്കും ഒരു വെബ് സീരീസ് സ്ട്രക്ചറിങ്ങിനകത്തും വെബ് സീരീസ് റൈറ്റിങ്ങിനകത്തും. വെറുതെ എക്സാമ്പിളായിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വെബ് സീരീസ് ഇങ്ങനെ എടുത്താൽ തന്നെ അതിൽ ഓരോ ക്യാരക്ടറിൻ്റെ ആർക്കാണ് അത് എത്രത്തോളം രജിസ്റ്റേർഡ് ആവുന്നു, അത്രത്തോളം ഹുക്കിംഗ് ആയിരിക്കും ആ വെബ് സീരീസ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത് എനിക്ക് എത്രത്തോളം സാധിച്ചു എന്നുള്ളത് ഫാർമ കണ്ടിട്ട് പറയണം. പക്ഷേ അങ്ങനെയാണത്. ആ വെബ് സീരീസിൻ്റെ ജേർണി ഈസ് ഓൾവേസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ആർക്ക്. റൈറ്റിംഗ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പം നിവിൻ ചേട്ടൻ ഇതിലൊരു വേഷം ചെയ്യുന്നു പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിറച്ചും നിവിൻ ചേട്ടൻ്റെ പെർഫോമൻസ് കാണാനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ? ഇതിനകത്തൊരു മെഡിക്കൽ സെയിൽസ് റെപ്പാണ് KP വിനോദ്. KP വിനോദ് വളരെ ആവശ്യത്തിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. KP വിനോദിൻ്റെ ലൈഫ് ജേണിയാണ് സത്യത്തിൽ കഥ. KP വിനോദ് കാണുന്ന ഓരോ കഥാപാത്രങ്ങൾ, KP വിനോദ് കാണുന്ന സാഹചര്യങ്ങൾ, അങ്ങനെ KP വിനോദിൻ്റെ ലൈഫിലൂടെയുള്ളൊരു ജേണിയാണ്. സത്യത്തിൽ ഇതിൻ്റെ പേരിടേണ്ടത് തന്നെ KP വിനോദ് എന്നാണ് തോന്നുന്ന രീതിയിലാണ് ഇതിന് ആക്ച്വലി ഇതിൻ്റെ സ്ട്രക്ചർ ഫാർമ എന്നുള്ളതിന് പകരം. അതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പാണ് ബാക്കി ക്യാരക്ടേഴ്സും ബാക്കി വേൾഡും ഒക്കെ. നിവിൻ ചേട്ടൻ തന്നെയായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ? ഇത് തുടങ്ങിയ ഓപ്ഷനിൽ പലരും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ നിവിനിലേക്ക് എത്തിയതിന് ശേഷം മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം നിവിനിലേക്ക് ഞങ്ങൾ എത്താനൊരു പ്രധാന കാരണം ഇതിൽ പല ഏജ് ബാൻഡ് പ്ലേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിവിൻ്റെ ഒരു കുസൃതി നിറഞ്ഞ ചിരിയും ആ കളിച്ചിരിയും ഞങ്ങൾക്ക് വേണമായിരുന്നു ആ ഏജിൻ്റെ. എന്നാൽ ഒരു മെച്യൂർഡായ ഒരു നിവിൻ്റെ ഒരു ലുക്കും വേണമായിരുന്നു. ഇത് രണ്ടും ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ശരിയാ. ഇപ്പം ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്, ഗംഭീര കാസ്റ്റിംഗ് കൂടിയാണ് ഈ വെബ് സീരീസിൽ. നരേൻ ചേട്ടൻ്റെ വേഷം ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം എക്കോ ഇറങ്ങി, ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ അല്ലെങ്കിൽ അടുത്ത വെബ് സീരീസ് കാത്തിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാസ്റ്റിംഗ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ? നരേൻ്റെ ക്യാരക്ടർ എൻ്റെ അകത്ത് ഒരു ഡോക്ടർ കപ്പിളാണ്. ആൻഡ് ഡോക്ടർ കപ്പിൾ, അങ്ങനത്തെ കപ്പിൾ നമുക്ക് എല്ലാ ഡോക്ടേഴ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്പീക്ക് ടു എനി ഡോക്ടർ, അവർക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർ കപ്പിളിനെ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും. അവരുടെ സർക്കിളിൽ ഇങ്ങനൊരു ഡോക്ടർ കപ്പിൾ ഉണ്ടാവും. ഏത് ഹോസ്പിറ്റലിലും ഇങ്ങനൊരു ഡോക്ടർ കപ്പിൾ ഉണ്ടാവും. അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടർ കപ്പിളാണ് ഡോക്ടർ വിജയും ഡോക്ടർ ജാനകിയും. അപ്പം നരേൻ്റെ തൃശ്ശൂർ വെച്ച് തന്നെ ഞങ്ങൾ നരേൻ്റെ കുറേ സീക്വൻസുകൾ ഷൂട്ട് ചെയ്തത്. അപ്പം മൂപ്പരുടെ സ്ഥലം കൂടിയാണ്. അപ്പോൾ ചില സ്ഥലത്ത് ഞങ്ങൾ ഈ ക്യാമറയൊക്കെ ഒളിപ്പിച്ച് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നരേനെ തന്നെ ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് കാറിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് തൃശ്ശൂർ കൂടെ നടക്കാൻ പറയും. അപ്പം നരേനും പറയും, ഇത് എൻ്റെ സ്ഥലമാണ്, ഞാനിങ്ങനെ നടന്നാൽ മതിയോ ഒക്കെ. അപ്പോൾ ചില സമയം ആൾക്കാർ തിരിച്ചറിയുകയും ചെയ്യും. പക്ഷെ ഞങ്ങൾ തിരിച്ചറിയാതെ ക്യാമറ ഹൈഡ് ചെയ്ത് വെച്ച് നരേനെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടൊക്കെയുണ്ട്. ഭയങ്കര രസമായിരുന്നു നരേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് റിയലി റിയലി ഫൺ. ഓരോ കാര്യത്തിലും നരേൻ നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെ വേണോ ഇങ്ങനെ വേണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാൻ വീണ്ടും തോന്നിക്കുന്ന ഒരു ആക്ടറാണ് നരേൻ. ഇറ്റ് വാസ് റിയലി ഫൺ വർക്കിംഗ് വിത്ത്. ഇതുപോലെ വ്യത്യസ്തമായ രീതിയിൽ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ടോ നിങ്ങൾ രണ്ടുപേരും വെച്ചിട്ട്? ഒരു ഡ്രൈവിംഗ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇതിൻ്റെ ഒരുപാട് സീക്വൻസുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ കാണാം. എന്തോ ആലോചിക്കുന്നുണ്ട് പറയാൻ. അത് പറയാൻ പാടില്ലായിരിക്കും. ലോങ് ഷോട്ട് പറയാൻ പാടില്ല. ലോങ് ഷോട്ട് എന്ത് ലോങ്? ഇപ്പോൾ പല സമയങ്ങളിലും നമ്മൾ സ്വയം ഡോക്ടറാകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. ഇപ്പം സ്വന്തമായിട്ട് മെഡിക്കൽ ഷോപ്പിലൂടെ മരുന്ന് വാങ്ങി കഴിക്കുക, ഇപ്പം വീട്ടിൽ നിന്ന് തന്നെയുള്ള മരുന്നുകൾ ഉണ്ടാക്കി തരിക. അപ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് എന്താ? ശരിക്കും നമ്മളൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുത്ത് അതിൻ്റെ ചികിത്സിക്കുകയാണോ, അത് സ്വയം ഡോക്ടർ ആവുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല, ഡോക്ടറിനെ കാണണം എന്നാണ്. ഡോക്ടർ എന്ത് പ്രാക്ടീസ് ചെയ്യണോ, ലൈക്ക് വാട്ട് എവർ
അലോപ്പത്തി ആണോ ആയുർവേദ ആണോ ഹോമിയോ ആണോ വാട്ട് എവർ യു ഡു, ഓക്കെ. അതിന് നമുക്കൊരു അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഫേസ് ലെവലിൽ ട്രീറ്റ് ചെയ്യാതെ കുറച്ച് ഡീപ്പറായിട്ട് പോയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് ഒരു ഡോക്ടറിനെ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ഇപ്പൊ പറയാൻ ഇങ്ങനെയൊക്കെ പറയാം നമുക്ക്, പക്ഷെ സ്വയം ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോക്ടറെ കാണാൻ തന്നെ വേണം. ഞാൻ ഒരു അടിമുടി ഡോക്ടർവാദിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു തലവേദന വരുമ്പോൾ നമ്മളൊരു പാരസെറ്റമോൾ എടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു ഓവർ ദ കൗണ്ടർ പ്രോഡക്ട്സ് മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയി കിട്ടും. ബട്ട് എനി ഡിസീസ് എനിത്തിങ് യു കൺസൾട്ട് എ ഡോക്ടർ. അവരത് പഠിച്ചാണല്ലോ ഇരിക്കുന്നത്. ഇപ്പം നാളെ ഒരു ഡോക്ടർ വന്നിട്ട് ഇവിടെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ സമ്മതിക്കുമോ? ഇല്ലല്ലോ. ഡോക്ടർ വന്നിട്ട് ഞാൻ ക്യാമറ വയ്ക്കാൻ ഞാൻ ലൈറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഡോക്ടറെ ഞങ്ങളത് അറിയുന്നവരെ കൊണ്ട് ചെയ്യിക്കാം എന്ന് പറയുന്ന പോലെ. ആൻഡ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ആങ്കർ. ഒരു ഷോ അങ്ങനെ പ്രിപ്പയർ ആണെങ്കിൽ എന്തെല്ലാം പ്രിപ്പറേഷൻസ് എൻ്റെ പിറകെ പോകുന്നുണ്ടല്ലേ. ഇതിൻ്റെ എല്ലാം ഒരു 100,000 ഇരട്ടി പ്രിപ്പറേഷൻ ഒരു ഡോക്ടറുടെ ജീവിതത്തിൽ പോകുന്നുണ്ട്. ഒരു ഡോക്ടർ ഉണ്ടാവുന്നത് തന്നെ ഈ സൊസൈറ്റി അത്രയും സ്പെൻഡ് ചെയ്തിട്ടാണ് മണി ആ ഡോക്ടറിൽ. അത് ചുമ്മാതല്ല. ഇവിടെ സെയിം ഡെഫിനറ്റ്ലി ദേ ആർ വെരി ഹൈലി എഡ്യൂക്കേറ്റഡ്. അവർ അത്രത്തോളം അതിനു വേണ്ടി പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്നും അതിൻ്റെ ഒരു അംശം പോലും അറിയില്ല. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കൺസൾട്ട് എ ഡോക്ടർ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്വയം ചികിത്സിക്കുക ഇത് പറയാറുണ്ടല്ലോ, സ്വന്തമായിട്ട് ചികിത്സിക്കുക. നിങ്ങൾ അങ്ങനെ എപ്പോഴും ചികിത്സിക്കുന്ന ഒരു രോഗം എന്തായിരിക്കും? മണി, മൈഗ്രെയിൻ, സൈനസ്. മൈഗ്രെയിനൊക്കെ മൈഗ്രെയിനൊക്കെ എന്തെങ്കിലും വിചാരിക്കുമല്ലോ, കുറച്ച് തണുപ്പ് വെച്ചാ കുറച്ച് മരുന്നല്ല. സോ ദാറ്റ് ഹോം റെമഡി പോലെ ഹോം റെമഡീസ് പോലെ തലയിൽ വെള്ളം തലയിൽ അങ്ങനെ ലൈക്ക് മേ ബി മൈഗ്രെയിനല്ല, പക്ഷെ ജീരകം. എനിക്ക് മരുന്ന് കുറച്ച് ടെൻഷനാണ്, അപ്പൊ കഴിക്കാൻ. അപ്പോൾ ഞാൻ ജീരകം, ഉലുവ അങ്ങനത്തെ. മരുന്ന് കഴിച്ചിട്ടേ ഇല്ല? അല്ലല്ലേ, മരുന്ന് കഴിച്ചിട്ടുണ്ട്. ബട്ട് എൻ്റെ പ്രിഫറൻസ് വുഡ് ബി മേ ബി സം ഹോം റെമഡി, അല്ലെങ്കിൽ മൈ സ്റ്റാൻഡേർഡ് ഇസ് ആയുർവേദം. ഈ മണ്ടത്തരമായിട്ട് ചെയ്തതിൽ ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഗൂഗിൾ ചെയ്യാം. അതെല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ? ചെയ്തതിൽ ഏറ്റവും വലിയ മണ്ടത്തരം നമ്മുടെ ഈ ജനത, നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ഹോം റെമഡി ആയിട്ട് സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന വളരെ പോപ്പുലറായിരുന്ന പല മരുന്നുകളും ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഗ്യാസ് എന്നാൽ പിന്നെ ഈ മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാറുള്ള ചില മരുന്നുകൾ കഴിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആളുകൾ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് മണ്ടന്മാരാവുന്നുണ്ട്. ഞാനും ആയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ആത്മരോഷത്തു നിന്നാണ് ഫാർമ ഉണ്ടാവുന്നത്. അതായിരുന്നു ഈ ഇത് എഴുതാൻ അല്ലെങ്കിൽ ഇത് എഴുതാനുണ്ടായത്. ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചതിൻ്റെ ഒരു 100 ഇരട്ടി ഞാൻ നേരിട്ട് അട്രോസിറ്റീസ് കണ്ടിട്ടുണ്ട്. ഞാൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതാണ് 2 വർഷം. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത കമ്പനി ഒരു വെരി മച്ച് ബെറ്റർ കമ്പനി. പക്ഷെ ഞാനവിടെ മറ്റ് പല കമ്പനികളും നടത്തിയിട്ടുള്ള അൺഎത്തിക്കലായ പ്രാക്ടീസസ് കണ്ട് ഞെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അംശം മാത്രമേ ഈ സീസണിൽ പറഞ്ഞിട്ടുള്ളൂ. ഈ എഴുത്തിൽ എത്ര ശതമാനം റിയൽ സ്റ്റോറി, എത്ര ശതമാനം സ്റ്റോറി എന്ന് ചോദിക്കുകയാണെങ്കിൽ ശതമാനം കണക്കൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പാടാവും. എന്നാലും all are real, true, inspired from true events. All are inspired from true events. ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് പറയുമ്പോഴേ, അതായത് ഒരു വെബ് സീരീസ് ആയിട്ട് വരുമ്പോൾ ആളുകൾ കാണും, ഒരു പേടി ഉണ്ടാവില്ല ഇത്ര വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത്? ഞാൻ ഒരു നാടക പ്രവർത്തകനാണ്. പേടി ഉണ്ടായിരുന്നെങ്കിൽ വിഷയം തന്നെ നമ്മൾ എടുക്കില്ലല്ലോ. തീർച്ചയായിട്ടും. 1. 2, നമ്മൾ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പം എന്തിനാ പേടിക്കണേ? അതാണ് ആൻസർ. ഇവ ഒരു മാറ്റം നമ്മൾ ആഗ്രഹിക്കില്ല. ഇപ്പം നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ നമുക്ക് പറയാനുള്ളതൊക്കെ പറയാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്. ഇപ്പം ഫാർമ റിലീസായ ശേഷം ഈ എപ്പിസോഡുകളൊക്കെ കണ്ട ശേഷം ആളുകൾക്കിടയിൽ ഒരു മാറ്റം വരണം, എന്ത് തരം മാറ്റം വരണം എന്ന് ആഗ്രഹിക്കണം. മാറ്റം പറയുമ്പോൾ നമ്മൾ മാറ്റമൊക്കെ ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി. ഇപ്പം ഓൾറെഡി നിങ്ങൾ പല ഹോസ്പിറ്റലുകളും ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താണ് ആ മരുന്ന്, അതിനുശേഷം അടുത്ത കോളത്തിനകത്ത് മരുന്നിൻ്റെ മോളിക്യൂൾ എന്താണ്, അതിനുശേഷം ബ്രാൻഡ് എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് എഴുതി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പോൾ സെപ്പറേറ്റ് കളർ എൻവലപ്പിലേക്ക് കൊടുക്കാവുന്ന സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ട്. ജനറിക് മെഡിസിൻസ്, അതായത് ഒരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിൻ്റെ വില കുറഞ്ഞ ബ്രാൻഡ് ഇവിടുത്തെ ജനറിക് മെഡിക്കൽ ഷോപ്പുകളിൽ ഇപ്പം ലഭ്യമാണ്. നീതി മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ്. ജൻ ഔഷധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ജനറിക് മെഡിസിനുകൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൻപുറത്ത് ചെറിയ ടൗണുകളിൽ വരെ ബോർഡുകൾ വന്നു തുടങ്ങി. ജനറിക് മെഡിസിൻസ് എന്നുള്ളത് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാറ്റം ഉണ്ടാവാൻ കാരണം അവയർനെസ് ആളുകൾക്ക് വന്നു എന്നുള്ളതുകൊണ്ടാണ്. മാറ്റം ഒട്ടും അകലെയല്ല. മാറ്റം ഈസ് റൈറ്റ് ഹിയർ. നമ്മുടെ ഗേറ്റ് വരെ മാറ്റം എത്തിയിട്ടുണ്ട്. എന്നാലും മാറ്റത്തിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. പക്ഷെ പതുക്കെ എല്ലാ മേഖലയിലുള്ളവർ ഇപ്പോൾ എന്തിനാ പേടിക്കുന്നതെന്ന് വെച്ചാലേ, ആ ചോദ്യത്തിൽ നിന്ന് നമ്മളിപ്പോൾ നേരത്തെ ചോദിച്ചില്ല ഇത് ചെയ്യുമ്പോൾ പേടിയുണ്ടോ എന്ന്. ഒട്ടും ഇല്ലാത്തതിൻ്റെ കാരണം
ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഫാർമ എന്ന് ചെയ്തതൊന്നും ഈ മേഖലയിൽ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇവിടുത്തെ രോഗികൾക്ക് വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാരുണ്ട് ഈ മേഖലയിൽ. അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ലൈംലൈറ്റ് ഒരിക്കലും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ സാക്രിഫൈസും ധൈര്യത്തിനും മുമ്പിൽ ഇതൊന്നുമല്ല. അവർ എത്രയോ പണിയെടുത്തിട്ട് ദേ ആർ ആക്ച്വലി ബ്രിങ്ങിങ് ചേഞ്ച് ടു ദിസ് കൺട്രി, ദ മെഡിക്കൽ ഫീൽഡ്. അവർക്കും കൂടിയുള്ള ഒരു ഡെഡിക്കേഷനാണ് ഞങ്ങളുടെ സീരീസ് ടു ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ ഹീറോസ് ഓഫ് ദ വേൾഡ്, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ പെർഫോം ചെയ്യുക, അത് ആളുകൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കയ്യിലെത്തുന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ എന്താ ശരിക്കും ഒരു നോക്കുക ആ സിനിമയിൽ പെർഫോം ചെയ്യാൻ? സ്റ്റോറി ഓഫ് കോഴ്സ്, നമുക്ക് തരുന്ന ആ ക്യാരക്ടറിന് എന്താണ് ആ സ്ക്രിപ്റ്റിലുള്ള സ്പേസ്, എന്താണ് ആ ക്യാരക്ടർ ഇല്ലാതെ ആ ക്യാരക്ടർ ഉണ്ടായിട്ട് സ്റ്റോറിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, ഇല്ലെങ്കിൽ വിൽ ഇറ്റ് എഫക്ട് ദ സ്റ്റോറി ഇൻ എനി വേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണേ. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യാത്ത എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദ ക്യാരക്ടർ ഫിസിക്കലി ഡിമാൻഡ് സംതിങ്, എന്തെങ്കിലും പുതിയൊരു സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദ ക്രൂ മാറ്റേഴ്സ്, ദ കാസ്റ്റ് ആൻഡ് ക്രൂ അത് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ലൈക്ക് പുതിയതായിട്ട് എനിക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ട്, എന്തെങ്കിലും ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം വെരി എക്സൈറ്റഡ് ടു ഡു എ പ്രോജക്റ്റ്. അങ്ങനെ പഠിച്ച എന്തെങ്കിലും സ്കില്ലുണ്ടോ, സിനിമക്കായി പഠിച്ചൊരു സ്കില്ല്? ഈ സിനിമയിൽ 2 ടൈം ലൈനിൽ അഭിനയിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും. അതിനുവേണ്ടി ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, അത് ഇത്ര വർഷത്തെ കാലയളവിന് ശേഷം കഥാപാത്രം കാണുമ്പോൾ അപ്പിയറൻസിൽ കുറേ ചേഞ്ചസ് വേണം. അതിന് ഇവരെടുത്ത അധ്വാനം ഉണ്ടല്ലോ ഭയങ്കരമായിരുന്നു. കഷ്ടപ്പെട്ട് മെലിഞ്ഞ് ഇഷ്ടമുള്ള കുറേ ഫുഡ് കാലങ്ങളോളം വേണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഷൂട്ട് നീളും. അപ്പോൾ വിളിച്ചു നോക്കിയോ ഇനി ഈ മാസം ഉണ്ടാവും എന്താന്ന് നോക്കുമ്പോൾ ഇത് കഴിക്കാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട്. പിന്നെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ കഴുകുന്ന പോലെ അല്ല ഒരു ഡോക്ടർ കൈ കഴുകുന്നത്. ഡോക്ടർ കൈ കഴുകുന്നതിന് വ്യത്യാസമുണ്ട്. നമ്മൾ കൈ കഴുകുന്ന കൈ കഴുകലല്ല ഒരു ഡോക്ടർ ലേബർ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള കൈ കഴുകൽ. ആ ഹാൻഡ് വാഷിന് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഗ്ലവ്സ് ഇടുന്നത് നമ്മൾ ഗ്ലൗ ഇടുന്ന പോലെയല്ല, ഗ്ലവ് ഇടില്ല, വേറെ ആളായിരിക്കും ലൈക്ക് സാനിറ്റൈസ് ചെയ്തിട്ടായിരിക്കും. മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ അത്രയും റിസർച്ച് ചെയ്തിട്ടാണ് ഇവർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്. സ്ക്രീനിൽ കാണും ചെയ്യും. ആ റിസർച്ചിനെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ബ്രദറിലോ ആണ്. സോ ഷൂട്ടിന് പോണേക്കാൾ മുന്നേ ഫാർമ ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഫാർമയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനത്തെ ഈ സ്മോൾ തിങ്സ് ഇസ് എക്സൈറ്റിംഗ്. അങ്ങനെ വേറെ ഏതെങ്കിലും പടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചു? വേറെ ഞാനിപ്പോൾ കിക്ക് ബോക്സിങ് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു തെലുങ്ക് പടം ചെയ്തപ്പോൾ തെലുങ്ക് കുറച്ച് പഠിച്ചു. പിന്നെ തമിഴിലൊരു വെബ് സീരീസ് ചെയ്തിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് അബൌട്ട് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വന്നു, ഒരുപാട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും ഈ അബ്യൂസ് ഉണ്ടായിട്ടുള്ള വിക്ടിംസിനോടും. അപ്പം അങ്ങനത്തെ ചില കാര്യങ്ങൾ. വീണ എങ്ങനെയാണ്? ഞാൻ ബോഗൻവില്ലയ്ക്ക് മുന്നേ ഒരേ ടൈപ്പ് ഓഫ് കഥാപാത്രങ്ങളായിരുന്നുള്ളൂ ഏകദേശം ചെയ്തത്. ബോഗൻവില്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പഠിച്ചത്. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. ഞാൻ ബോഗൻവില്ലയ്ക്ക് വേണ്ടിയാണ് ഡ്രൈവിംഗ് പഠിച്ചത്. പിന്നെ ഫിസിക്കലി ആണെങ്കിലും എൻ്റെ ഹെയർ അറിയാമല്ലോ, ലെങ്തി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. അത് കട്ട് ചെയ്ത് ഹാഫാക്കി ബോഗൻവില്ലയ്ക്ക് വേണ്ടി. പിന്നെ ഫൈറ്റ് സീക്വൻസസിന് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഐ മീൻ നോട്ട് റിഗാർഡിങ് ദ ഫൈറ്റ്, അങ്ങനെ അത്ര ഫൈറ്റ് ഉണ്ടാവുമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് കെപ്റ്റ് മൈ ബോഡി പ്രിപ്പയർഡ്. ലൈക്ക് അതിനുവേണ്ടി ഞാൻ ബോക്സിങ്ങും അങ്ങനത്തെ കുറേ മൂവ്മെൻറ്റ് ട്രെയിനിങ്സും അങ്ങനെയൊക്കെ കുറേ ചെയ്തു നോക്കി. ഫോൾസും റോൾസും അങ്ങനെ കുറേ സാധനങ്ങൾ പഠിച്ചു. സോ ദാറ്റ് ആ സമയത്ത് എന്തെങ്കിലും ഇനി ഇൻറ്റൻസായിട്ട് എന്താ ഉള്ളതെന്ന് എനിക്കറിയില്ല പ്ലേയിൽ. പക്ഷെ എങ്ങാനും തന്നാലും ഐ ഷുഡൻ ഗെറ്റ് മൈ സെൽഫ് ഇൻജേർഡ്, ഓർ ഞാൻ ഇൻജേർഡ് ആവുന്ന കാരണം കൊണ്ട് ആ ഒരു ഷൂട്ട് മുടങ്ങാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ഇതിൽ അങ്ങനെ എൻ്റെ ബോഡീനെ പ്രിപ്പയർ ആക്കി വെച്ചു. പിന്നെ ഫാർമയിലും ഈ പറഞ്ഞ പോലെ ഫിസിക്കലി കുറച്ച് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി, ലുക്സിലും ആണെങ്കിലും. ഇപ്പം നമുക്കൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ ക്യാരക്ടറെ കുറിച്ച് നമ്മൾ പഠിക്കുമല്ലോ. അപ്പം നമ്മൾ ചിലർ ഡയറക്ടർ പറയുന്നതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും, സ്വയമായിട്ടൊരു പ്രിപ്പറേഷൻ നടക്കും. നിങ്ങളെങ്ങനെയാണ് ശരിക്കും ഒരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിന് പുറകിലൊരു പണി എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ ആദ്യം ഡയറക്ടറുടെ കുറച്ച് ഇതുണ്ടാവുമല്ലോ, ലൈക്ക് ഇതിനു വേണ്ടി ഇത് പഠിക്കണം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇത് ചെയ്യണം. അതെ. അപ്പോൾ ആ ഒരു ഇത് നോക്കും. ഇതിലിപ്പോൾ അരുൺ അങ്ങനെ മേജറായിട്ട് ഞങ്ങളോട് മെലിയാനൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ.
യു നെവർ ടോൾഡ് അസ് കി നീ ഈ ടൈം ലൈനിൽ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞിട്ടൊന്നും ഇങ്ങനെ ടൈം ലൈൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സോ നമ്മളാണ് അതിൽ ഓക്കെ ഇതിൽ മെലിയാം, ഇതിൽ നമുക്ക് ഡിഫറൻസ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈസിലി ഈ ഒരു ഏജ് ആണ് പിന്നെ ഹെയർ കട്ട് ചെയ്താൽ രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചു. പിന്നെ ഹെയർ സ്റ്റൈൽസ് ആണെങ്കിലും ഇതിൽ കുറച്ച് നമുക്കിങ്ങനെ ആയിട്ട് കട്ട് ചെയ്താൽ, അപ്പോൾ ഹെയർ കട്ടിലും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട് ചെയ്താൽ കുറച്ചുകൂടി യങ്ങറായിട്ട് തോന്നിക്കും. പിന്നെ മറ്റുള്ള വേർഷൻസിൽ കുറച്ച് വേറെ മാതിരി ഹെയർ വെക്കാം. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഈവൻ ഹെയർ കട്ടിൽ വരെ ഡിഫറൻസസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഇൻപുട്സും ആണ്. ശരിക്കും അത് ആർട്ടിസ്റ്റോട് പറയാതെ തന്നെ അവരെ ഇൻപുട്ട് ഇടാന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രൊഫഷണൽസ് ആണ്. ഈ കഥ നമ്മൾ ഒരു ആക്ടറോട് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഹൗ സീരിയസ് ദേ ആർ അബൌട്ട് ദ ജോബ് ആൻഡ് ഹൗ പ്രൊഫഷണൽ ദേ ആർ അബൌട്ട് ദ ജോബ് എന്നാണ്. പ്രൊഫഷണൽസ് അവർ അത് ഫാർമിന് മാത്രം പ്രത്യേകതല്ല. അവർ ഏത് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ടേഴ്സ് എല്ലാം അവരെ കുറിച്ച് അത് തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫഷണലി നമ്മുടെ കരിയറിൽ ഒരു മാറ്റങ്ങൾ വരികയാണ്. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അന്ന് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്കത് ചിലപ്പം സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പോലും ആദ്യ സമയത്ത് പേടിയായിരിക്കും. ഇന്ന് നമുക്കൊരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് നിങ്ങൾ എങ്ങനെയാണ് ആണ്? ഭയങ്കര രസമാണ് ആക്ച്വലി. ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സിൻ്റെ അടുത്തും എനിക്ക് ആ ഒരു സ്പേസ് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ലൈക്ക് നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സംസാരിക്കാനുമുള്ള സ്പേസ്. എനിക്ക് ആ സ്പേസ് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കാം, ബട്ട് ഐ വാസ് വെരി നെർവസ്. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടാവില്ല. അത് എൻ്റെ തന്നെ കുഴപ്പമില്ല, അത് ഡയറക്ടേഴ്സിൻ്റെയോ ആക്ടേഴ്സിൻ്റെയോ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ആ സ്പേസ് ഉള്ളപ്പോൾ അരുൺ പറഞ്ഞ മാതിരി ലൈക്ക് ക്യാരക്ടേഴ്സിലേക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ആവാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ബേസിക് തിങ്സ് ലൈക്ക് ഓക്കെ ഈ ഡോക്ടർ ഇങ്ങനെ ആയിരിക്കും കൈ കഴുകണേ എന്ന് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് തിങ്ക് യു വാസ് ദാറ്റ് ഷോട്ട് ഇവൻ ദേ. നോ, ഐ ഡോണ്ട് നോ. ആ ഷോട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ദെൻ ഐ തിങ്ക് ദാറ്റ്സ് വെൻ വി ആഡഡ് ദ ഷോട്ട് ടു ദ തിങ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സോ കുറച്ചുകൂടെ ഫ്രീയിങ് ആണ്, കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണ്. അങ്ങനെയാണ് ഇപ്പോൾ നൗ ദാറ്റ് വി ആർ യൂസ്ഡ് ടു ദിസ്. അത് എൻജോയ് ചെയ്യുന്നുണ്ട്. വെബ് സീരീസിൽ ഇനിയും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ പോസ്റ്ററിൽ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ കാണുന്നുണ്ട്. അവരെ കുറിച്ചൊന്ന് പറയും. ഏറ്റവും എടുത്തു പറയേണ്ടത് രജത് കപൂറാണ്. ഇന്ത്യൻ നാടകരംഗത്തെ ഒരു അത്ഭുത ആക്ടറാണ് അദ്ദേഹം. അത്ഭുതമാവുന്നത് അദ്ദേഹം ചെയ്യുന്ന റോളുകളുടെ വൈവിധ്യം കൊണ്ടുകൂടിയാണ്. അദ്ദേഹത്തിന് നമ്മളെ നിസ്സാരമായി ചിരിപ്പിക്കാൻ പറ്റും, കരയിപ്പിക്കാൻ പറ്റും, പേടിപ്പിക്കാൻ പറ്റും. അദ്ദേഹം ഗാന്ധിയായി അഭിനയിച്ചിട്ടുണ്ട്, നെഹ്റുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നിരവധി ദേശീയ അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട്. മലയാളത്തിൽ അഗ്നിസാക്ഷിക്ക് ശേഷം അഭിനയിക്കുന്ന ഫാർമയിലാണ്. അഗ്നിസാക്ഷിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്ത മുരളീമേനോൻ തന്നെയാണ്. ഇത്രയും വർഷത്തിന് ശേഷം അന്ന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ച മുരളീമേനോൻ തന്നെയാണ് ഫാർമയിൽ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത്. ഹിന്ദിയിൽ അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേർഷൻ ഞങ്ങൾ 7 ഭാഷയിൽ ഇറങ്ങുന്നുണ്ട്. ഹിന്ദിയിൽ അദ്ദേഹം തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിപ്പറേഷനും. ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതിലെ എല്ലാ ഡയലോഗും കാണാപ്പാഠം പഠിക്കാൻ പറ്റിയിട്ടേ ഞാൻ സെറ്റിലേക്ക് വരുമെന്നാണ്. മലയാളം പഠിക്കാനായിട്ട് ഒരു ട്യൂഷൻ വെക്കുകയും ഞങ്ങൾ എവറി 3 days എൻ്റെ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്ന അർജുൻ അദ്ദേഹത്തെ വിളിക്കുകയും വീഡിയോ കോളിൽ ഈ ഡയലോഗ് ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന പോലെ നോട്ട് എഴുതി മലയാളം ഡയലോഗ് എഴുതി പഠിച്ച് വിത്തൗട്ട് പ്രോംപ്റ്റിങ് മലയാളം അറിയാത്ത ഒരാൾ മലയാളം ഡയലോഗ് പഠിച്ച് അഭിനയിച്ചാണ് രജത്ത് ഇതിൻ്റെ അകത്ത്. ഡോക്ടർ രാജീവ് റാവു എന്നൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. കോമ്പിനേഷൻ സീൻ ഉണ്ടോ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ? മുത്തുമണി ചേച്ചി മുത്തേൻ്റെ ഒരു കോർപ്പറേറ്റ് ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. മുത്തിന് മുമ്പ് കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. സോ ഇറ്റ് വാസ് ഈസി ഫോർ ഹർ ടു അങ്ങനത്തെ ക്യാരക്ടേഴ്സിന് ഒരുപാട് മുത്തുമണി കണ്ടിട്ടുണ്ട്. മുത്തുമണിയുണ്ട്. ബിനു എൻ്റെ അകത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്യാരക്ടറാണ് ബിനു ചെയ്തത്. ഞാൻ ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഫാർമ സീരീസിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോമ്പിനേഷൻ അത് നിവിൻ്റെയും ബിനു പപ്പൻ്റെയും കോമ്പിനേഷനാണെന്ന് ഞാൻ പറയും. ഭയങ്കര രസമാണ് അവരുടെ കോമ്പിനേഷൻ. അവരുടെ വർത്തമാനവും അവരുടെ കൗണ്ടറുകളും ഒക്കെ ആയിട്ട് ആക്ച്വലി ഐ എം ഈഗർലി വെയിറ്റിംഗ് അവരുടെ കോമ്പിനേഷൻ എല്ലാവരും കാണാൻ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുമ്പോൾ എന്തൊക്കെയോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി പോവാണ്. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്.